ഇന്ന് നഴ്സസ് ഡേ ആണ്, അതുപോലെ മദേഴ്സ് ഡേയുമാണ്. നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന മാലാഖമാരാണ് നമ്മുടെ നഴ്സസ് എന്ന നമ്മൾ പ്രത്യേകിച്ച് രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്ക് അഭിമാനമാണ്. നമുക്ക് അഭിമാനമുള്ള നഴ്സിനെ കുറിച്ച് നമ്മളിന്ന് മോർണിംഗ് ഷോയിൽ പറഞ്ഞു. നിപ്പ കാലത്ത് നമ്മെ വിട്ടുപോയ ലിനി പുതുശ്ശേരി എന്ന നഴ്സ് 28 വയസ്സേ പ്രായമുണ്ടായിരുന്നു. 2 കുട്ടികളുടെ മാതാവായിരിക്കുമ്പോൾ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ നിപ്പ ബാധിതരെ ചികിത്സിക്കുന്നതിനിടയിൽ ഈ രോഗം ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയായിരുന്നു ലിനി പുതുശ്ശേരി. ലിനി കടന്നു പോകുന്നതിന് മുമ്പ് സ്വന്തം ഭർത്താവ് എഴുതിയ ഒരു സജീഷിന് എഴുതിയ ഒരു കത്തുണ്ട്. നമ്മൾ തമ്മിൽ ഇനി കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. 2 കുട്ടികളെ നന്നായി വളർത്തണം നമ്മുടെ മക്കളെ എന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം മരണത്തിലേക്ക് കടന്നുപോയി ലിനി പുതുശ്ശേരി. ഈ നഴ്സസ് ദിനത്തിൽ നമ്മൾ അവരെ ഓർമ്മിക്കുന്നു. വളരെ ആദരവോടെയാണ് ലിനിയെക്കുറിച്ച് നമുക്ക് ഓർമ്മിക്കാൻ കഴിയുക. ഈ ഓർമ്മകൾ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഫ്ലവേഴ്സ് ഒരു കോടിയിൽ പങ്കെടുത്തപ്പോൾ ഭർത്താവ് സജീഷ് നമ്മളുമായി പങ്കുവച്ചിരുന്നു. ആ ഓർമ്മകളിലേക്ക് നമ്മളൊന്ന് കടന്നിരുന്നു. സജീഷിൻ്റെ വാക്കുകൾ. നിപ കാലത്തെ ഭീതിദിനങ്ങളിൽ ആത്മാർത്ഥതയോടെ രോഗീ പരിചരണത്തിലേർപ്പെട്ട തന്റെ ജീവൻ പോലും ബലിയർപ്പിച്ച നഴ്സ് ലിനി കേരളത്തിന്റെ വേദന വിങ്ങുന്ന ഒരു ഓർമ്മയാണ്. ലിനിയുടെ ഭർത്താവ് സജീഷ് ഫ്ലവേഴ്സ് ഒരു കോടിയിൽ ലിനിയുടെ ഓർമ്മകൾ പങ്കുവച്ചു. ഒരുപാട് ഓർമ്മകൾ തന്നിട്ടാണ് ലിനി പോയിട്ടുള്ളത്. മൂത്ത മകൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു, അമ്മ സ്വർഗം എന്നുള്ളത് എവിടെയാണെന്നുള്ള കാണിച്ചു കൊടുക്കാൻ. മൂത്ത മകൻ അത് ആകാശത്തിന്റെ മേലെയാണ്. അവർ തന്നെ പറയും, നമുക്ക് വിമാനത്തിൽ പോയാൽ അവിടെ എത്താൻ പറ്റില്ല. ലിനിയുടെ നിഴൽ ഇപ്പോഴും തന്റെ ഒപ്പം തന്നെയുണ്ടെന്ന് സജീഷ് പറയുന്നു. നഴ്സിംഗ് വളരെ ആത്മാർത്ഥതയോടെ ചെയ്തിരുന്ന സ്ത്രീയായിരുന്നു ലിനിയെന്നും സജീഷ് ഓർത്തെടുക്കുന്നു. ഓർമ്മകളിലൊക്കെ ആ ഒരു ചിരിച്ച മുഖം തന്നെയാണ് ലിനിയുടെ വെച്ചിട്ടുള്ളത്. ലിനിയുടെ അവസാന നാളുകളിൽ രൂപം പോലും മാറിപ്പോയിരുന്നുവെന്നും സജീഷ് ഓർക്കുന്നു. സജീഷ് ഏട്ടാ, ഐ ആം ഓൾമോസ്റ്റ് ഓൺ ദ വേ. നിങ്ങളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മളെ മക്കളെ നന്നായി നോക്കണേ. പാവം കുഞ്ഞു, അവനെ ഒന്ന് ഗൾഫിലേക്ക് കൊണ്ടുപോകണം. നമ്മൾ അച്ഛനെ പോലെ തനിച്ചാവരുത്. വിത്ത് ലോട്ട്സ് ഓഫ് ലവ്. ഉമ്മ ഉമ്മ ഉമ്മ. ലിനിയുടെ ചിരിക്കുന്ന മുഖം മാത്രമാണ് ഇപ്പോഴും തന്റെ മുന്നിലെന്നും സജീഷ് പറയുന്നു. ന്യൂസ് ഡെസ്ക് 24.